സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ? ഓക്കെ, ഇപ്പൊ നമ്മള് പിന്നെ മെക്കാട്രോണിക്സിലെ കേസ് സ്റ്റഡീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്നലെ ഒരു കേസ് സ്റ്റഡീസ് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കേസ് സ്റ്റഡീസ് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്, എന്താണ് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് അല്ലെ. ഓക്കെ, ഇപ്പൊ പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടിലുള്ള ആക്ടിവേറ്റിംഗ് ഡിവൈസുകൾ മോസ്റ്റ് ഓഫ് ദ കേസ് ന്യൂമാറ്റിക് സിലിണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രിപ്പറാണ്. നമ്മുടെ ഫിംഗർ സ്ട്രക്ചേഴ്സ്, അതിന്റെ ഫിംഗർ എലമെന്റ് ആയിട്ട് റോബോട്ട് യൂസ് ചെയ്യുന്നത് ഗ്രിപ്പേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. ഇനി അതിന്റെ സർക്യൂട്ടറിയും കൂടി നമ്മൾ ഇന്നലെ ജസ്റ്റ് ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് 4 മൂവ്മെന്റ്സ് ആണ്, അല്ലെ 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടിൽ ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മുടെ ബേസ് ആക്ച്വേറ്ററിന്റെ ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അതേപോലെ ആമിന്റെ, നമ്മുടെ ഗ്രിപ്പർ അടങ്ങുന്ന ആമിന്റെ എക്സ്റ്റൻഷൻ ഓർ റിട്രാക്ഷൻ, ദെൻ അതുപോലെ തന്നെ ആമിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ദെൻ ഗ്രിപ്പറിന്റെ റിലീസിങ്ങും അതുപോലെ തന്നെ ലോക്കിങ്ങും. അപ്പൊ ഇതിനൊക്കെ ന്യൂമാറ്റിക് സിലിണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മള് പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ ആക്ച്വേറ്റിംഗ് ഡിവൈസ് പഠിക്കുമ്പോൾ അവിടെ ആക്ച്വേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ മോഷൻ കൺട്രോൾ ചെയ്യുന്നത് വാൽവ് സിസ്റ്റം വെച്ചിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറേ വാൽവുകളെ പറ്റി നമ്മൾ പഠിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട വാൽവായിരുന്നു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. സോ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടറി ആണ് നമ്മുടെ മൊത്തം ഡിവൈസിന്റെ മെയിൻ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് സോളിനോയിഡ് കൺട്രോൾഡ് വാൽവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഇനീഷ്യൽ കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇങ്ങനെ കണക്ഷൻസ് പൊതുവെ ചോദിക്കാറില്ല, എസ് എ ക്വസ്റ്റനൊക്കെ ആണെങ്കിലും അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ മാക്സിമം വരാറുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓർത്തു, അറ്റ്ലീസ്റ്റ് ഈ 4 സിലിണ്ടേഴ്സും ഈ ഡി സി വിസും ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് എങ്കിലും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ദെൻ അടുത്ത ഒരു കേസ് സ്റ്റഡി നമ്മൾ പറയാൻ പോകുന്നത് ബാർകോഡ് റീഡർ ആണ്. ബാർകോഡ് റീഡർ കണ്ടിട്ടില്ലേ? എവിടെയാ കണ്ടിട്ടുള്ളത്? ബാർകോഡ് റീഡേഴ്സ് എവിടെ? സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് അവിടെ നമ്മളെ ബില്ലിങ്ങിന്റെ സമയത്ത് അല്ലെ, ബില്ലിങ്ങിന്റെ സമയത്ത് ജസ്റ്റ് ഒരു റീഡർ എലമെന്റ് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മുകളിലുള്ള ബാർകോഡ് റീഡ് ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്യാഷും അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്പ്ലേയിൽ വരും, കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ വരും. അപ്പൊ ബില്ലിങ് എളുപ്പമാണ്. അത് ആ രീതിയിൽ തന്നെ ബാർകോഡ് റീഡേഴ്സ് ചില പിന്നെ ലൈബ്രറീസിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ചില നമ്മൾ ഏതെങ്കിലും റെപ്യൂട്ടഡ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ID കാർഡ് ഒക്കെ ഉണ്ടാവും. ID കാർഡിൽ ചിലതൊക്കെ ബാർകോഡും ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ബാർകോഡ് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാർകോഡ് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ബാർകോഡ് എന്ന് പറയുന്നത് കുറച്ച് ഇൻഫർമേഷനെ ഇതേപോലെ ഈ കാണുന്ന ഫിഗറിൽ കാണുന്ന പോലെ ഒരു കോഡഡ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആൻഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷനെ ഈ ഒരു രീതിയിൽ ഡിനോട്ട് ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് ബാർകോഡ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബാർകോഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബാർകോഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്നത് ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ്, അതായത് ഡാർക്കും ബ്രൈറ്റും ഫ്രിഞ്ചസ് ആണ്. അതേപോലെ സംടൈംസ് ഇതിന്റെ കൂടെ കുറെ നമ്പേഴ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ ലെറ്റേഴ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് കോഡ്, അതായത് ലെറ്റേഴ്സും നമ്പേഴ്സും കൂടിയിട്ട് വരുന്ന ഒരു ഓർഡർ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാ ബാർകോഡ് ഉണ്ടാവില്ല. നിങ്ങളെ KTUവിന്റെ എക്സാം നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബാർകോഡ് വരുന്നുണ്ട് അല്ലെ. അവിടെ ആൽഫ ന്യൂമറിക് കോഡാണ്, കാരണം അവിടെ നമ്പേഴ്സും അതുപോലെ തന്നെ ആൽഫബറ്റിക് ലെറ്റേഴ്സും കൂടിയിട്ടുള്ള മിക്സ്ചേഴ്സ് ആ വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ബാർകോഡ് സിസ്റ്റം എന്ന് പറയുന്നത്? 2 രീതിയിലുള്ള ബാർകോഡ്, നമുക്ക് അതൊക്കെ പറയാം. അതിനു മുമ്പ്
എന്താണ് ബാർകോഡ് റീഡർ? അതാണ് നമുക്ക് ഇവിടെ പഠിക്കണം. ബാർകോഡ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ബാർകോഡിലെ ഓരോ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, പിന്നെ ബാർകോഡിന്റെ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെ ഈ ബാർകോഡിൽ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ബാർകോഡ് നോക്കിയാലും ഏതാണ്ട് ഇങ്ങനെ തന്നെ കാണാം. പക്ഷെ ഇതിനൊരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. നമുക്ക് നോക്കാം, അതൊക്കെ പറയാം. ഇപ്പം ഈ ബാർകോഡ് റീഡ് ചെയ്യുന്ന ഡിവൈസ് ഇറ്റ് ഈസ് എ മെക്കാട്രോണിക് അപ്രോച്ച് ഡിവൈസ് ആണ്. കാരണം ബാർകോഡ് റീഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൂപ്പർ മാർക്കറ്റിനകത്തൊക്കെ ഒരു ചെറിയൊരു എലമെന്റ് ആണ്. അതിന്റെ അകത്ത് നിന്ന് വരുന്നത് ഒരു ലൈറ്റ് വരുന്നുണ്ടാവും അല്ലെ, ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു റെഡ് കളർ ലൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കളർ ലൈറ്റ് ഒക്കെ വരിക. അതുപോലെ ഒരു ലൈറ്റ് വന്ന് നമ്മുടെ ബാർകോഡിന്റെ മുകളിൽ വീഴാണ് അല്ലെ. ബാർകോഡിന്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അപ്പൊ തന്നെ അത് റീഡ് ആവും. എന്നിട്ട് ഈ ബാർകോഡിന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കിട്ടും. സോ അതിനകത്ത് കുറച്ച് മെക്കാട്രോണിക് അപ്രോച്ചിൽ ഉള്ള എലമെന്റ്സ് നമ്മുടെ ബാർകോഡ് റീഡർ എലമെന്റിന്റെ അകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ബാർകോഡ് റീഡർ ആക്ച്വലി എ മെക്കാട്രോണിക് ഡിവൈസ്. It is an electronic device which can read and output printed barcodes to a computer. It consists of light source, lens, and light sensor, translating optical impulse into electrical ones. Most of the barcode readers contains decoder circuitry to analyze the barcode's image data provided by the sensor and sending the barcode's content to the scanner output port. എന്താണ് ബാർകോഡ് റീഡറിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ്? ഒന്ന്, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, നമുക്കറിയാം. ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് നമ്മുടെ ബാർകോഡിന്റെ മുകളിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ ആ ലൈറ്റ് നമ്മുടെ ഈ ബാർകോഡിലെ, ഇപ്പൊ ഞാനിവിടെ ഈ ഫിഗറിൽ ഒരു ബാർകോഡ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഡാർക്ക് ബ്രൈറ്റ് കോളംസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ വന്ന് വീഴുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കും. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ റിസീവ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടാവും, നമ്മുടെ ബാർകോഡ് റീഡർ എലമെന്റ്, അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അവര് ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിനെ റിസീവ് ചെയ്യും. അങ്ങനെ വരുന്ന ഒപ്റ്റിക്കൽ വേവ് ആണ്, ആക്ച്വലി ലൈറ്റ് വേവ് ആണ് അവിടെ നമുക്ക് ആ ഒരു റീഡറിനകത്തേക്ക് വരുന്നത്. ലൈറ്റ് വേവിനെ റിസീവ് ചെയ്യുകയും എന്നിട്ട് സം സെൻസേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ലൈറ്റ് വേവിനെ ട്രാൻസ്ലേറ്റ്, അതായത് റിസീവ് ചെയ്ത ലൈറ്റ് വേവ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഓർ ബൈനറി ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നലാക്കി മാറ്റും. ദെൻ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. എന്നിട്ട് ആ ഇലക്ട്രിക്കൽ സിഗ്നലിൽ നിന്നും ഡീകോഡർ സർക്യൂട്ടറി വഴി നമ്മൾ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഇൻഫർമേഷൻ എന്താണോ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയ പ്രോസസ്സിംഗ് ആണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത്. ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാൻ കാരണം അതിനകത്തുള്ള മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സ് ആണ് അല്ലെ. ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് ആണ് അവിടുത്തെ ഒരു നമ്മുടെ മെയിൻ എലമെന്റ്, അല്ലെങ്കിൽ മെയിൻ വർക്കിംഗ് ആക്റ്റീവ് എലമെന്റ്. ആ ലൈറ്റ് നമ്മുടെ ബാർകോഡിന്റെ മുകളിൽ വന്ന് വീഴുമ്പോൾ ബാർകോഡിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ ഈ ബാർകോഡ് റീഡർ റിസീവ് ചെയ്യും. അങ്ങനെ റിസീവ് ചെയ്തിട്ട് ഈ വന്ന ലൈറ്റ് വേവ്സിനെ കറസ്പോണ്ടിങ് ബൈനറി കോഡാക്കി മാറ്റും. ദെൻ ബൈനറി കോഡിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റും. ദെൻ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡീകോഡ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്തത്, ഈ ബാർകോഡിന്റെ കാര്യങ്ങൾ എന്താണോ, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ, അതിലേക്ക് എത്തിച്ചേരും. അത് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും അല്ലെ. So there are various types of barcode readers available, and some of them are pen type scanner, laser scanner, CCD readers, camera based readers, omnidirectional barcode scanner, cell phone camera, smartphones. And the different barcode readers, നമ്മളിപ്പം കണ്ടത് ഒരൊറ്റ ടൈപ്പ് ബാർകോഡ് റീഡറാണ് നമുക്ക് പരിചയമുള്ളത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ളത്. അവിടെ ഒരു ലൈറ്റ് സോഴ്സോ ഒരു ലേസർ ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതിന് പുറമെ ഡിഫറെന്റ് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺഫിഗറേഷനിലുള്ള ബാർകോഡ് റീഡേഴ്സ് ഉണ്ട്. അതിന്റെ പേരുകളാണ് ഇവിടെ പറയുന്നത്. ടൈപ്പ്, ലേസർ, CCD, ക്യാമറ ബേസ്ഡ്, ഒമ്നി ഡയറക്ഷൻ, സെൽഫോൺ ക്യാമറാസ്, സ്മാർട്ട് ഫോൺസ് എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങളുടെയൊക്കെ ഫോണിൽ പിന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബാർകോഡ് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ മൊബൈൽ ക്യാമറ വെച്ചിട്ട് നമുക്ക് ബാർകോഡ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. നമ്മളൊക്കെ ഇപ്പൊ വാല്യുവേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കോളേജിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ KTUന്റെ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളുടെ ബാർകോഡ് റീഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു പേപ്പർ നോക്കി കഴിഞ്ഞാൽ മാർക്ക് എൻ്റർ ചെയ്യാം. അപ്പൊ ബാർകോഡ് റീഡ് ചെയ്യണമെങ്കിൽ കോളേജിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാർകോഡ് റീഡേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് മൊബൈൽ ക്യാമറ, അതായത് സ്മാർട്ട് ഫോൺസും അതേപോലെ അതിന്റെ ക്യാമറ ബേസ്ഡ് റീഡേഴ്സും വെച്ചിട്ടാണ്
ബാർകോഡ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ബാർകോഡ് റീഡിങ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടതുപോലെ വെറും ലൈറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ബേസ്ഡ് മാത്രമല്ല, ക്യാമറ ബേസ്ഡ് ഉണ്ട്, സ്മാർട്ട് ഫോൺ ബേസ്ഡ്. സ്മാർട്ട് ഫോൺ സിസ്റ്റം എന്ന് പറയുന്നത് ക്യാമറ സിസ്റ്റം തന്നെ. അതേപോലെ പിന്നെ CCD നമുക്ക് ഈ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളതാണ്, ചാർജ്ഡ് കപ്പിൾഡ് ഡിവൈസ്. അതൊരു ക്യാമറ സിസ്റ്റം ആണ്. അതേപോലെ പെൻ ടൈപ്പ് സ്കാനേഴ്സ്, പിന്നെ ഒമ്നി ഡയറക്ഷണൽ ബാർകോഡ് സ്കാനേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ഓറിയന്റേഷനിലും ഡിഫറെന്റ് കോൺഫിഗറേഷനിലും വർക്ക് ചെയ്യുന്ന ബാർകോഡ് റീഡേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് അതിനു മുമ്പ് എന്താണ് ഈ ബാർകോഡ് എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ കിട്ടണം. എന്നാൽ മാത്രമേ ഇത് എങ്ങനെയാ റീഡ് ചെയ്യാന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോ ബാർകോഡ് എന്ന് പറയുന്നത് ദ ബാർകോഡ് റെപ്രസെന്റ്സ് എ സീരീസ് ഓഫ് നമ്പേഴ്സ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനൊരു ബാർകോഡ് ഏറ്റവും താഴെ വെച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ബാർകോഡിന്റെ കൂടെ ഈ ബാർസിന്റെ കൂടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് നോക്കണേ. ഒരു ബാർകോഡ് എന്ന് പറയുന്ന ഈ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസിൽ ഈ ഒരു എൻഡില് ഇവിടെ ഒരു 2 ലൈൻ, അതായത് ഫസ്റ്റില് 2 ലൈന്, അതേപോലെ എൻഡിലുള്ള 2 ലൈന്, അതേപോലെ സെൻട്രലുള്ള 2 ലൈൻ. അത് നോക്കിയേ, അത് മറ്റ് ലൈൻസും തമ്മിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ? അതിന്റെ സൈസിനോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിനോ? സ്റ്റാർട്ടിങ്ങില്, എൻഡില്, അതേപോലെ സെന്ററില്. ഒരേ സാധനം. ഓക്കെ. നടുക്കോ അത് തന്നെയല്ലേ ഉള്ളേ? ഞാൻ അതിന്റെ പിന്നെ ബോൾഡ് ആണോ നാരോ ആണോ ഒന്നല്ല ചോദിച്ചത്. ഈ സ്റ്റാർട്ടിലുള്ള 2, എൻഡിലുള്ള 2, നടുക്കുള്ള 2, ഇതിന് മറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അധികം തോന്നുന്നുണ്ടോ? നീളം അധികം ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ഇനി ബാർകോഡ് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബാർകോഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ പുറകിലൊക്കെ ബാർകോഡ് വരും. അവിടെയൊക്കെ ഈ ഒരു അറേഞ്ച്മെന്റിൽ തന്നെയാണ്. നമ്മൾ ഇത്രയും നാൾ ബാർകോഡ് എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയതുള്ളൂ. പക്ഷെ ഇങ്ങനെ സ്റ്റാർട്ടിലും എൻഡിലും നടുക്കൊക്കെ അത് കുറച്ച് ലെങ്ത് ഉള്ള ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ബാർ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ അല്ലെ. ഇനി വേറൊരു പ്രത്യേകതയും കൂടി കാണാം. സ്റ്റാർട്ടിലുള്ള ആ ഒരു ലെങ്തിലുള്ള ബാർകോഡ്സിന്റെ മുമ്പിലായിട്ട് ഒരു സിംഗിൾ നമ്പർ ഉണ്ട്. എൻഡില് ഈ ലെങ്ത് ഉള്ള കോഡിന്റെ ഇപ്പുറത്തായിട്ട് ഒരു സിംഗിൾ കോഡ് ഉണ്ട് അല്ലെ. പിന്നെ ഫസ്റ്റിലുള്ളതിന്റെയും നടുക്കുള്ളതിന്റെയും ഇടയിലായിട്ട് ഒരു 5 ഡിജിറ്റ്സ് ഉണ്ട്. സെൻട്രലുള്ളതിന്റെയും ലാസ്റ്റിലുള്ളതിന്റെയും നടുക്കിലായിട്ട് ഒരു 5 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റിലുള്ള ഈ ലെറ്റർ, ലാസ്റ്റിലുള്ള ലെറ്റർ, ഈ ഫസ്റ്റ് ഹാഫിലുള്ള 5 ഡിജിറ്റ്, സെക്കൻഡ് ഹാഫിലുള്ള 5 ഡിജിറ്റ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് ഇനി ബാർകോഡിന്റെ ഈ ഒരു സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ മുഴുവനായിട്ടും പറയാൻ പോകുന്നത്. എന്താണ് ഈ ബാർകോഡ്? ഒരു ബാർകോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ദ ബാർകോഡ് റെപ്രസെന്റ്സ് എ സീരീസ് ഓഫ് നമ്പേഴ്സ്. There is a prefix which identifies the coding scheme being used, a single digit for the regular universal product coding, and 2 digits used for European article number. അതായത് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത 2 ബാർകോഡ് സിസ്റ്റംസ് ആണ്. ഒന്ന് യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡിംഗ് അല്ലെങ്കിൽ UPC എന്ന് പറയും. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ബാർകോഡിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് 2 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് UPC-യും മറ്റൊന്ന് EAN എന്ന് വെച്ചാൽ യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പർ. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു പ്രൊഡക്റ്റ്, ഞാനൊരു കമ്പനി തുടങ്ങി, കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റിന് ഒരു ബാർകോഡ് വെക്കണമെങ്കിൽ ഞാൻ ഈ 2-ൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡിംഗ് UPC ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് യൂസ് ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഈ 2 ലെങ്ത് ഉള്ള ബാർ ഉണ്ടല്ലോ, ഇതിന്റെ മുമ്പിലായിട്ട് ഒരു സിംഗിൾ ഡിജിറ്റ് കാണുന്നില്ലേ? ഓക്കെ. അപ്പോ ഞാൻ UPC കോഡിംഗ് സ്കീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ സിംഗിൾ ഡിജിറ്റ് പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുക. ഇനി ഞാൻ ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പർ അല്ലെങ്കിൽ EAN സ്കീമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഇനി സിംഗിൾ ഡിജിറ്റിൽ നമുക്ക് 0 to 9 ഉണ്ടല്ലേ? 0 to 9 നമുക്ക് സിംഗിൾ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നോർമലി 0 to 9 ഏത് നമുക്ക് യൂസ് ചെയ്യാം.
അപ്പൊ ഈ 0 to 9 എന്നുള്ളതും അതേപോലെ ഡബിൾ ഡിജിറ്റ് ആകുമ്പോൾ ഞാനിപ്പോ UPC ആണെങ്കിൽ എനിക്ക് 0 to 9 ഏത് ഉപയോഗിക്കാം. ഡബിൾ ഡിജിറ്റ് ആകുമ്പോൾ 00 to 09 വരെ എനിക്ക് ഉപയോഗിക്കാം അല്ലെ? അല്ലേടാ? അപ്പൊ ഞാൻ UPC ആണ് ചൂസ് ചെയ്തത്. അപ്പൊ UPC പറയുന്നുണ്ട്, UPC 0 എന്ന് പറയുന്നത് എന്റെ പ്രൊഡക്റ്റ് ഗ്രോസറി ഐറ്റംസ് ആണെങ്കിൽ UPC പറയുന്നത് കട്ടായി. ഹലോ എടാ, നേരത്തെ കട്ടായിനാ? സ്ക്രീൻ കാണാലോ അല്ലേ? ഓക്കെ. നമ്മൾ ബാർകോഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ബാർകോഡിൽ ഓരോ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് പിന്നെ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് 2 സ്റ്റാൻഡേർഡ്സ് ആണ് ബാർകോഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ളത്. ഏതൊക്കെയാ? UPC-യും EAN-ഉം. അതായത് UPC മീൻസ് യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡിംഗ്, EAN മീൻസ് യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പർ. അപ്പോൾ UPC ആണെങ്കിൽ സിംഗിൾ ഡിജിറ്റ്സ് ആണ് പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുക, EAN ആണെങ്കിൽ 2 ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ UPC-യിൽ 0 to 9 ഓരോന്നിനും, അതായത് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതൊരു ഗ്രോസറി ഐറ്റംസിനാണ് 0 കൊടുക്കുക, 3 എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽസിനാണ്, അതുപോലെ 1 സ്പെസിഫിക് പ്രൊഡക്ട്സിനാണ്, 2 സ്പെസിഫിക് പ്രൊഡക്ട്സിനാണ്. അങ്ങനെ 0 to 9 ഓരോ നമ്പറിനും ഓരോ പ്രൊഡക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ സ്പെസിഫിക് നമ്പേഴ്സ് UPC കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ EAN 00 to 09 അത്രയും കോമ്പിനേഷൻ നമുക്ക് കിട്ടും. ഈ 00 എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിനുള്ളതാണ്, അതേപോലെ 09 വേറൊരു പ്രൊഡക്റ്റിനുള്ളതാണ്. ഇതൊക്കെ EAN ഡിഫൈൻ ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാർകോഡ് തന്നിട്ടുണ്ട്. ഈ ബാർകോഡിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം സ്റ്റാർട്ടിംഗ് പ്രിഫിക്സ് എത്രയാ? ഹലോ, 0. ഇത് UPC ആണോ EAN ആണോ? UPC സിംഗിൾ ഡിജിറ്റ് ആണ് അല്ലെ? സോ 0 എന്നുള്ളത് ഗ്രോസറിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബാർകോഡ് ഒരു ഗ്രോസറി പ്രൊഡക്റ്റിന്റെ ബാർകോഡാണ്. ഇനി അതിനുശേഷം അത് സ്റ്റാർട്ടിംഗ് പ്രിഫിക്സ്, ഒരു മിനിറ്റ്, സ്റ്റാർട്ടിംഗ് പ്രിഫിക്സിനെ പറ്റി പറഞ്ഞു. സ്റ്റാർട്ടിംഗ് പ്രിഫിക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഏത് കോഡിംഗ് സിസ്റ്റം ആണെന്നും അതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ള, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണെന്നുള്ളതിനെ പറ്റിയുള്ള ഐഡിയ കിട്ടി. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഒന്നാമത്തെ ഈ വലിയ 2 ബാറിന് ശേഷം വരുന്ന അടുത്ത 5 ഡിജിറ്റ് ഉണ്ട്. ഈ 5 ഡിജിറ്റ്സ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഈ 5 ഡിജിറ്റ്സിൽ ആദ്യത്തെ 2 ഡിജിറ്റ്, ഇവിടെ ഇപ്പം 36 ആണ്, 36 അല്ലെ? 36 ആണ് ആദ്യത്തെ 2 ഡിജിറ്റ്. ഈ 36 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് കൺട്രി കോഡാണ്. ഇപ്പൊ UPC സിസ്റ്റത്തിൽ ഓൾ ഓവർ വേൾഡ് ഓരോ കൺട്രീസിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ 36 എന്ന് പറയുന്നത് ഒരു കോഡ്, ഈ കോഡ് കൊടുത്തേക്കുന്നത് ഒരു കൺട്രിയുടെ കോഡായിട്ടാണ്. സോ 36 ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് 2 ഡിജിറ്റ്സ് കൺട്രി കോഡാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ട്, 000 അല്ലേ? ഹലോ ഹലോ, ഇവിടെ കട്ടാകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അടുത്ത 5 ഡിജിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അടുത്ത 5 ഡിജിറ്റ്സിൽ ആദ്യത്തെ 2 ഡിജിറ്റ് കൺട്രി കോഡാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ കൺട്രി കോഡിനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത 3 ഡിജിറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറർ ആരാണോ, അത് കമ്പനി ഏതാണോ ആ കമ്പനിയെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അടുത്ത 3 ഡിജിറ്റ്. അപ്പൊ 36 എന്ന് പറയുന്നത് കൺട്രിയും 000 എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെയും കോഡാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഒരു വലിയ ബാർ വന്നിട്ടുണ്ട് അല്ലെ, സെൻട്രൽ ഇവിടെ 2 ബാർസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 ഡിജിറ്റ് ഉണ്ട്, 29145. ഈ 29145 എന്ന് പറയുന്നത് ഏതാണ് ആ പ്രൊഡക്റ്റ്? ഇപ്പൊ നമ്മൾ 0 എന്ന് പറഞ്ഞ ഗ്രോസറി ഐറ്റം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രോസറി പ്രൊഡക്ട്സ് തന്നെ ഒരുപാട് ഡിഫറെന്റ് ഗ്രോസറി പ്രൊഡക്ട്സ് നമുക്കറിയാം. അപ്പൊ അതിൽ സ്പെസിഫിക് ആയിട്ട് ഏത് പ്രൊഡക്റ്റ് ആണ് എന്ന് കാണിക്കുന്നതാണ് നെക്സ്റ്റ് 5 ഡിജിറ്റ് 2915. ഓക്കെ, അപ്പോ ഇത് ഒരു പഴയ ബാർകോഡാണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ എല്ലാം ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ 5 ഡിജിറ്റ് മാറി 6 ഡിജിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അതായത് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളത് 6 ഡിജിറ്റ് ആയിട്ടുണ്ട്, അടുത്തതും സെക്കൻഡ് പാർട്ടിലുള്ളതും 6 ഡിജിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അതായത് കൺട്രി കോഡ് 0 to 99 വരെ നമുക്ക് ഈ ഒരു 5 ഡിജിറ്റ് കോഡിൽ പോസിബിൾ ആവുള്ളൂ. ബട്ട് നമുക്കറിയാം അതിനേക്കാളും രാജ്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കമ്പനീസും ജനറേറ്റ് ചെയ്ത് വന്നു. സോ ഇപ്പോ 3 ഡിജിറ്റ്സ് ഒക്കെയാണ് കൺട്രി കോഡായിട്ട് വരുന്നത്. ഞാൻ ഇപ്പൊ നമ്മൾ ഇവിടെ കാണിച്ച ബാർകോഡിനകത്തുള്ള റെപ്രസെന്റേഷനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ 2 ഡിജിറ്റ്സ് കൺട്രി കോഡും പിന്നത്തെ 3 ഡിജിറ്റ് ആ കൺട്രിയിലെ ഏത് കമ്പനിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ അടുത്ത 5 ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഈ പ്രൊഡക്റ്റ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട് ഗ്രോസറി പ്രൊഡക്റ്റ് ആണെന്ന്, ബട്ട് ഈ 29145 റെപ്രസെന്റ് ചെയ്യുന്നത് വിച്ച് പ്രൊഡക്റ്റ് ഈസ് ദിസ്. ഓക്കെ, അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റില് ഒരു സിംഗിൾ ഡിജിറ്റ് ഉണ്ട്, ഒരു 2 എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ഡിജിറ്റ് കാണാം അല്ലെ, ബാർകോഡ് കഴിഞ്ഞിട്ട് ഇല്ലേ? ഹലോ, ഓക്കെ. ഈ 2 ഡിജിറ്റിനെ നമ്മൾ ചെക്ക് ഡിജിറ്റ് എന്നാ പറയാ, ചെക്ക് ഡിജിറ്റ്. ആ ചെക്ക് ഡിജിറ്റിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ അത് എറർ ഉണ്ടോ ഇല്ലയോ, നമ്മൾ റീഡിങ്ങിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് നോക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ബാർകോഡിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് മനസ്സിലായില്ലേ? ബാർകോഡിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ, പ്രിഫിക്സ് ആയിട്ട് വരുന്ന സ്റ്റാർട്ടിംഗ് ലെറ്റർ. ഹലോ ഹലോ, ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഒരു ബാർകോഡിനകത്തുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ പറയുന്നത്. ബാർകോഡിൽ ഒരു സ്റ്റാർട്ടിംഗ് പ്രിഫിക്സ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് പ്രിഫിക്സ് 2 കാര്യങ്ങളെ പറ്റിയുള്ള ഐഡിയ തരുന്നത് ഏത് കോഡിംഗ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഏത് കോഡിംഗ് സ്കീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ ഏത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണെന്നുള്ളതും. ദെൻ അടുത്തുള്ളത് പിന്നെ 5 ഡിജിറ്റിൽ ആദ്യത്തെ 2 ഡിജിറ്റ് കൺട്രി കോഡും നെക്സ്റ്റ് 3 ഡിജിറ്റ് ആ ഒരു കമ്പനി ഏതാണ്, മാനുഫാക്ചററുടെ ഡീറ്റെയിൽസ് ആണ്. ദെൻ പിന്നെ വരുന്ന 5 ഡിജിറ്റ്സ് ഏതാണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് ഉള്ള ഒരു സിംഗിൾ ഡിജിറ്റ് വിച്ച് ഈസ് നോൺ ആസ് ചെക്ക് കോഡ് എന്ന് പറയും, ചെക്കിംഗ് കോഡ് അല്ലെങ്കിൽ ചെക്ക് കോഡ് എന്ന് പറയും. അത് ഒരു എറർ ഡിറ്റക്ഷൻ കോഡാണ്. എന്ത് എറർ ആണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ബാർകോഡ് റീഡർ വെച്ചിട്ട് ഇതിനെ റീഡ് ചെയ്തു. ഓക്കെ, അപ്പം കറക്റ്റ് ഇത് റീഡ് ചെയ്താൽ ഇപ്പം ഈ ഗ്രോസറി ഐറ്റം, ഈ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ കിട്ടണം, കറക്റ്റ് റീഡിങ് ആണെങ്കിൽ. അപ്പൊ ഒരു മൊമെന്റിൽ റീഡ് ചെയ്തു, കറക്റ്റ് റീഡിങ് ആണോ അല്ലയോ എന്നുള്ളത് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യൂ. അതായത് കറക്റ്റ് റീഡിങ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്രോസറി ഐറ്റംസിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, പേര്, പ്രൈസ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ കിട്ടും. ബട്ട് ഇതിനകത്ത് റീഡിങ് കറക്റ്റ് ആവുന്നില്ല എങ്കിൽ ആ റീഡിങ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ലാസ്റ്റ് ഡിജിറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ എങ്ങനെയാണ് ഈ ചെക്ക് ഡിജിറ്റ് കാണുക, അല്ലെ ചെക്ക് ഡിജിറ്റ് എങ്ങനെയാണ്? ഇവിടെ ഇപ്പൊ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഡിജിറ്റ് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുന്നതല്ല. എങ്ങനെ പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഈ ഒരു ബാർകോഡിന്റെ മൊത്തം നമ്പേഴ്സ് 0 മുതൽ ഈ 5 വരെയുള്ള നമ്പേഴ്സ് നോക്കുക. ഇവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 5 വരെ തീരുന്ന നമ്പേഴ്സ്, ഇതിലെ ഓഡ് പൊസിഷനിലുള്ള നമ്പേഴ്സ് ഒക്കെ കൂടി കൂട്ടുക. ഓഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്,
തേർഡ്, ഫിഫ്ത്ത്, സെവൻത്ത്, നയൻത്ത്, 11th ഉണ്ടെങ്കിൽ 11th. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് 0 ആണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. ഓഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ 0. 0 പ്ലസ് പിന്നെ ഏതാ കൂട്ടുക? എടാ ഓഡ് പൊസിഷനിലുള്ള 0 പ്ലസ് 6 plus 0 plus 6 2 plus plus 1 plus 5. 0 plus 2 plus 1 plus 5 എത്ര വരും? ഓഡ് പൊസിഷനിലുള്ള നമ്പേഴ്സ് ഒക്കെ കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 14. 14 കിട്ടിയ ഈ 14 3 കൊണ്ട് ഗുണിക്കുക. എത്രയാ? എത്രയാടാ? 42. 42. ഇനി അടുത്തതായിട്ട് ഇതിന് ഈവൺ പൊസിഷനിലുള്ള നമ്പേഴ്സ് ഒക്കെ കൂടി കൂട്ടുക. എത്രയാ? ഈവൺ പൊസിഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ 3, ഫോർത്ത് പൊസിഷനിൽ 0, സിക്സ്ത് പൊസിഷനിൽ 0, 8th പൊസിഷനിൽ 9, ദെൻ 10th പൊസിഷനിൽ 4. എത്രയാ കുട്ടിയെ കിട്ടുക? 16. 16 അല്ലേ? 16. ഇതിനെ മൾട്ടിപ്പിൾ ഒന്നും ചെയ്യണ്ട, ഇത് രണ്ടും കൂടി കൂട്ടുക. നേരത്തെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഗുണിച്ചതും ഇപ്പൊ കൂട്ടിയതും തമ്മിൽ കൂട്ടുക. 42ഉം 16ഉം 58. ഓക്കെ, ഒരു 58 എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് കിട്ടി. ഇനി ചെക്ക് ഡിജിറ്റ് എങ്ങനെയാ നമ്മൾ ഫിക്സ് ചെയ്യാന്ന് വെച്ചാല്, ഈ 58ന്റെ നിയർ ബൈ 10ന്റെ മൾട്ടിപ്പിൾ ഏതാ? 58നോട് അടുത്ത് നിൽക്കുന്ന 10ന്റെ മൾട്ടിപ്പിൾ 60 അല്ലേ? ഓക്കെ, ഈ 60 എത്താൻ ഇനി എത്ര വേണം? 2 വേണം. ആ 2നെയാണ് നമ്മളിവിടെ ചെക്ക് ഡിജിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ചെക്ക് ഡിജിറ്റ് ഇനി എങ്ങനെയാ വർക്ക് ചെയ്യുക? ഇപ്പൊ 2 നമ്മൾ ഫിക്സ് ചെയ്തേ, 2 ഫിക്സ് ചെയ്തു. അപ്പം നമ്മളിപ്പോ ഈ കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് ചെക്ക് ഡിജിറ്റ് 2 ആണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലായി. നമ്മൾ ബാർകോഡിൽ 2 ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാർകോഡ് റീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേസർ ലൈറ്റ് വന്നിട്ട് ഇതിന്റെ മേലിൽ ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സിനെയും കൂടി റീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്പേഴ്സ് നമ്മളിപ്പം കൂട്ടിയ കാൽക്കുലേഷൻ ഇല്ലേ, 0 plus 6 plus 0 plus 2 plus 1 plus 5 into 3 പ്ലസ് ഈവൻ പൊസിഷനിലുള്ള 3 plus 0 plus 0 plus 9 plus 4 എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ നടത്തും. പ്ലസ് ഈ ചെക്ക് ഡിജിറ്റും കൂടി കൂട്ടിയാൽ 10ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ ഈ റീഡിങ് കറക്റ്റ് ആണ് എന്ന് മനസ്സിലായിക്കൂടെ? ഇനി റീഡിങ് അതായത് നമ്മുടെ ബാർകോഡ് റീഡർ റീഡ് ചെയ്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് എവിടെയോ ഒരു തെറ്റ് വന്നു, എന്തോ ഒരു എറർ വന്നു. നമ്മൾ ബാർകോഡിൽ അല്ലെങ്കിൽ എറർ വരാം, അല്ലെങ്കിൽ നമ്പർ സ്കീമിൽ എറർ വരാം. എന്തോ എറർ കാരണം നമ്മളെ ഈ ഒരു കാൽക്കുലേഷൻ ഓഡ് പൊസിഷനിലുള്ളത് ഇൻറ്റു 3 പ്ലസ് ഈവൻ പൊസിഷനിലുള്ളത് കൂട്ടിയപ്പോൾ ഒരു ലെറ്ററും ഈ ചെക്ക് ഡിജിറ്റും കൂടി കൂട്ടിയപ്പോൾ എനിക്ക് നേരത്തെ കിട്ടിയ പോലെ 60 കിട്ടിയില്ല, 59 കിട്ടിയതെങ്കിൽ ഈ റീഡിങ് തെറ്റാന്നല്ലേ അർത്ഥം? അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ എറർ വരാൻ സാധ്യത ഉണ്ട്. റീഡിംഗ് എന്ന് പറയുന്നത് മാനുവൽ റീഡിംഗ് അല്ല, നമ്മളെ ഒരു കമ്പ്യൂട്ടർ അപ്രോച്ചിൽ അല്ലെങ്കിൽ റോബോട്ടിക് അപ്രോച്ചിൽ അല്ലെങ്കിൽ മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് അതിന് എററൊക്കെ വരാം. അപ്പൊ ഈ റീഡിങ്ങിലൊക്കെ തെറ്റ് വരാം. പക്ഷെ ആ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനുവലി ഇതേപോലെ ചെക്ക് ഡിജിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ചെക്ക് ഡിജിറ്റും കൂടി കൂട്ടുമ്പോൾ നമ്മുടെ നേരത്തെ കാൽക്കുലേഷനിൽ എക്സാക്ട് 10ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ റീഡിങ് കറക്റ്റ് ആണ്. ചെക്ക് ഡിജിറ്റും കൂടി കൂട്ടിയിട്ട് 10ന്റെ മൾട്ടിപ്പിൾ അല്ല 59 അല്ലെ 58 അല്ലെ 57 ഒക്കെയാ കിട്ടുന്നതെങ്കിൽ റീഡിങ്ങിൽ തെറ്റുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ബാർകോഡ് റീഡർ, നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ അവർ ബാർകോഡ് റീഡർ ഈ ബാർകോഡിന്റെ മുകളിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും റീഡ് ആവില്ല. കുറെ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അല്ലെങ്കിൽ വേറെ ബാർകോഡിന്റെ മുകളിലൊക്കെ വെച്ച് നോക്കുന്നതാണ്. അതായത് ഫസ്റ്റ് മൊമെന്റിൽ തന്നെ റീഡിങ് കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ടാവാറില്ല. അപ്പൊ ഈ റീഡിങ്ങിന്റെ സമയത്ത് എറർ വരുന്നതുകൊണ്ടാണ് ആ റീഡിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരാത്തത്. നേരെ മറിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പെയർ ബാർകോഡ് ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ വെക്കുമ്പോൾ എക്സാക്ട് ഈ ഒരു കാൽക്കുലേഷൻ 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് റീഡിംഗ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ ഡിസ്പ്ലേയിൽ ഇതിന്റെ ഡീറ്റെയിലിംഗ് കാണിക്കുകയും ചെയ്യും. സോ ഈ ചെക്ക് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു എറർ ഡിറ്റക്ഷൻ ഡിജിറ്റ് ആണ്. ആ എറർ ഡിറ്റക്ഷൻ ഡിജിറ്റ് അല്ലെങ്കിൽ ചെക്ക് ഡിജിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഓഡ് പൊസിഷനിലുള്ള എലമെന്റ്സ് അല്ലെ നമ്പേഴ്സ് കൂട്ടിയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് ഈവൻ പൊസിഷനിലുള്ളതും കൂടി കൂട്ടിയാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പറും
നിയർ ബൈ 10ന്റെ മൾട്ടിപ്പിളും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ആണ് ചെക്ക് ഡിജിറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. സോ നമ്മളിപ്പം ബാർകോഡിനകത്തുള്ള ഒരുവിധപ്പെട്ട നമ്പറുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഒരു ബാർകോഡിനകത്ത്, ഒരു ബാർകോഡ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇത്രയും ഏരിയയിലുള്ള ഈ പാറ്റേൺസിനെയാണല്ലോ നമ്മൾ ബാർകോഡ് എന്ന് പറയാം. ഈ പാറ്റേൺസ് എന്ന് പറയുന്നത് എല്ലാം യൂണിഫോം വിഡ്ത്ത് ഉള്ള പാറ്റേൺസ് ആണ്. യൂണിഫോം വിഡ്ത്ത് ഉള്ള ചെറിയ ചെറിയ പാറ്റേൺസ്, 95 പാറ്റേൺസിന്റെ ഈ അറേഞ്ച്മെന്റിനെയാണ് ബാർകോഡ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ എണ്ണിയാല് 95 നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പോ ഒരു ബ്ലാക്ക് എണ്ണാം, അതിന്റെ ഇടയിൽ സെക്കൻഡ് ഒരു വൈറ്റ് എണ്ണാം, പിന്നെ തേർഡ് ബ്ലാക്ക്, പിന്നെ ഒരു വലിയ വൈറ്റ് ആണ്. ആക്ച്വലി ഇതൊരു സിംഗിൾ വൈറ്റ് ബാൻഡ് അല്ല, ചെറിയ ചെറിയ 3, 4, 5 വൈറ്റ് ബാൻഡ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് ഈ വലിയൊരു വൈറ്റ് സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ മൂന്നാമതായിട്ട് കാണുന്നത്. ദെൻ നാലാമത് നോക്കിയാൽ കുറച്ച് തിക്നെസ് ഉള്ള ഡാർക്ക് ബാൻഡ് കാണാം. ആക്ച്വലി അതൊരു സിംഗിൾ ബാൻഡ് അല്ല, ഇതേപോലെ നാരോ ഒരു 3, 4 നാരോ ബ്ലാക്ക് ബാൻഡുകൾ കമ്പൈൻ ചെയ്താണ് ഇവിടെ ഒരു നല്ല തിക്നെസ് ഉള്ള എലമെന്റ് ആയിട്ടാണ്. ഇവിടെ ഇപ്പൊ നോക്കിയതാ ഈ ഒരു എലമെന്റ്, ഇത് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഒരു സിംഗിൾ ബാൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്രിഞ്ച് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷെ അത് ഒന്നിലധികം ഡാർക്ക് ബാൻഡുകൾ ഇതേപോലെ അടുത്തടുത്ത് പ്ലേസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഓരോ സിംഗിൾ ബാൻഡും എണ്ണുകയാണെങ്കിൽ ഒരു ബാർകോഡിനകത്ത് മൊത്തം 95 ബാൻഡ്സ് അല്ലെങ്കിൽ 95 ബാർസ് ഉണ്ടാവുക. ഓക്കെ, ഹലോ, അവിടെ ക്ലിയർ ആകുന്നുണ്ടോടാ? ഇത്രയല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ, ഞാൻ കേൾക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഐഡിയ കിട്ടീനാ? ഹലോ, ബാർകോഡ്സ് അതാ ഇനി അതാണ് നിങ്ങൾ പറഞ്ഞത്. ഇതെന്തിന്റെ ഹിന്റ് ആണെന്നല്ലേ നമ്മളിപ്പോ പറഞ്ഞു. പിന്നെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ, വലിയ ഇൻഫർമേഷൻസിനെയൊക്കെ കോഡഡ് ലാംഗ്വേജിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു സിസ്റ്റമാണ് ബാർകോഡ് സിസ്റ്റം. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ഫുൾ, നമ്മളിപ്പോ ചില പിന്നെ കാര്യങ്ങളിലൊക്കെ പേപ്പറിൽ അല്ലെങ്കിൽ മാഗസിൻസിലൊക്കെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കൊരു പേജിലേക്ക് പോകും. ആ പേജ് പറഞ്ഞാൽ 3, 4, 5 പേജ് അടങ്ങുന്ന വലിയ ഒരു ഹിസ്റ്ററി ആയിരിക്കും നമുക്കൊരു സിംഗിൾ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തല്ലേ. അതേപോലെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിലാവുമ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ്, മാനുഫാക്ചറിങ് ഏരിയയിലാവുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിലിംഗ്. അപ്പൊ നമ്മൾ വലിയ ഹിസ്റ്ററി ആയിരിക്കും, അതിനെ കംപ്ലീറ്റ് ചുരുക്കിയിട്ട് ഒരു സിംഗിൾ കോഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ബാർകോഡ്. ഇതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു എലമെന്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് നമ്മൾ ബാർകോഡ്സിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബാർകോഡ്സ് എന്തൊക്കെയാണ്, ഈ ബാർകോഡ്സിനകത്തുള്ള കണ്ടന്റ്സ് എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. 95 ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ് ആക്ച്വലി ഒരു സിംഗിൾ ബാർകോഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എണ്ണിക്കഴിഞ്ഞാൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വെറും ബ്ലാക്ക് മാത്രം എണ്ണി കഴിഞ്ഞാൽ ഒരു 10, 20 ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഓരോ ബ്ലാക്കും ഓരോ വൈറ്റും തിക്നെസ് കൂടുന്നതൊക്കെ ഓരോരോ എന്താ പറയാ ഒരു 5 ഡാർക്ക് ബാൻഡുകൾ ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ഒരു തിക്നെസ് ഉള്ള ഡാർക്ക് ബാൻഡ് ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അങ്ങനത്തെ 95 ബാൻഡ്സ് ഉണ്ടാവും. ഈ ബാൻഡ്സിന്റെ കൂടെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ നമ്പേഴ്സ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. കോഡിംഗ് സിസ്റ്റം, അതേപോലെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്, അതുപോലെ മാനുഫാക്ചറർ ആരാണ്, ഏത് കമ്പനിയുടെ ഏത് രാജ്യത്തിന്റെ പ്രൊഡക്റ്റ് ആണ്, ഏതാണ് ഈ പ്രൊഡക്റ്റ്, സ്പെസിഫിക് പ്രൊഡക്റ്റ് ഏതാണ്, അതേപോലെ ലാസ്റ്റ് ഉള്ളത് ഇതിന്റെ ചെക്ക് ഡിജിറ്റ് അല്ലെങ്കിൽ എറർ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ എറർ ഇല്ലാതെ റീഡിങ് നടക്കാനുള്ള ഡിജിറ്റ് സിസ്റ്റവും. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് റീഡിങ് നടക്കുക? നമ്മളിപ്പോ സ്കാനറിൽ ലൈറ്റ് ആണുള്ളത്. ഈ ലൈറ്റ് നമ്മളെ ഈ ബാർകോഡിന്റെ മേലയിൽ വീഴുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന റീഡിങ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത്, അതാണ് ഇനി പറയുന്നത്. റീഡിങ് നടക്കുന്നത്, നമുക്കിപ്പോ ലൈറ്റ് പോയിട്ട് ഈ ഡാർക്ക് ബാൻഡിലും വീഴും വൈറ്റ് ബാൻഡിലും വീഴും അല്ലെ, ഡാർക്ക് ബാൻഡിലും വൈറ്റ് ബാൻഡിലും വീഴും. അപ്പൊ ഈ ഡാർക്ക് ബാൻഡിൽ വീണ് കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നില്ല, അതായത് ലൈറ്റ് അബ്സോർബ് ചെയ്യും. ബട്ട് വൈറ്റ് ബാൻഡിൽ, ബ്രൈറ്റ് ബാൻഡിൽ വന്ന് വീഴുമ്പോൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും അല്ലെ. ഇനി ആ ഒരു പിന്നെ സ്കാനിങ് പാറ്റേണിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. സിഗ്നൽ എന്തൊക്കെയാണ് അതിനു മുമ്പ് ഈ ഒരു നമ്മുടെ ബാർകോഡ് റീഡർ എലമെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് നമുക്ക് നോക്കാം. The reading the barcode involves the determining the width of the dark and light bands. This can involve a solid state laser ലൈറ്റ്. എന്തിനാ? ആ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് സോഴ്സ് ആയിട്ടാണ് ലേസർ ലൈറ്റ് യൂസ് ചെയ്യുന്നത്.
being used to direct an intense narrow beam of light at the code and detecting the reflected light by means of photocell. Photocell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സെൻസിറ്റീവ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് തരുന്ന എലമെന്റ് ആണ് ഫോട്ടോ സെൽ ഡിവൈസ് അല്ലെ ഫോട്ടോ ഡയോഡ്സ് എന്നൊക്കെ പറയുന്ന എലമെന്റ്. സോ പ്രധാനപ്പെട്ട 2 എലമെന്റ്സ് ആണ് നമ്മുടെ ഡിറ്റക്ടർ എലമെന്റിനകത്ത്. ഇനി ബാർകോഡിനെ പറ്റി അല്ല പറയുന്നത്, ബാർകോഡിനെ ഡിറ്റക്ട് ചെയ്യുന്ന റീഡ് ചെയ്യുന്ന ഡിറ്റക്ടർ എലമെന്റിനെ പറ്റി പറയാണ്. അവിടുത്തെ എലമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു ലേസർ സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഈ ബാർകോഡിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ റിസീവ് ചെയ്യാൻ ഒരു ഫോട്ടോ സെൽ ഉണ്ടാവും. Usually the supermarket version of the scanner is fixed and spinning mirror is used to direct the light across the barcode and so scan all the bars. നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പിന്നെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അത് സംടൈംസ് അത് ഒരു ടേബിളിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റ് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കും. അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഈ സ്കാനർ യൂണിറ്റിനെ നമ്മൾ മൂവ് ചെയ്തിട്ട് ഈ ബാർകോഡിന്റെ മുകളിലേക്ക് എത്തിക്കും. അപ്പൊ ഫിക്സഡ് ടൈപ്പും അതല്ലാതെയും ഉണ്ട്. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, സിഗ്നൽ കണ്ടീഷനിങ് ഇൻവോൾവ്സ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോട്ടോ സെൽ യൂസിങ് op amps and then using an op amp circuit as a comparator in order to give a output of 1 and 0. അത് ഒരു ഞാൻ വേറൊരു സ്ലൈഡ് എടുക്കാം. നമ്മളിപ്പോ ഒരു ബാർകോഡ് റീഡർ ജസ്റ്റ് വരയ്ക്കുന്നതാണ്. ഇതുപോലുള്ളൊരു എലമെന്റ് ആണെന്ന് കൂട്ടിയോ. ഇതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് വരും അല്ലെ, ലൈറ്റ് വരും. നമ്മുടെ ബാർകോഡുള്ള പ്രൊഡക്റ്റ് ഇങ്ങനെ ബാർകോഡ് ഉണ്ടെങ്കിൽ ഇതിൽ തട്ടും. നമ്മൾ ഇതിനെ ഫേസ് ചെയ്ത്, അതായത് ഈ ബാർകോഡ് റീഡർ ബാർകോഡിലേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. അപ്പൊ ഇവിടുന്ന് ബാർകോഡിൽ തട്ടിയിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഈ എലമെന്റിലേക്ക് തന്നെ പോകും. ഇവിടെ നമ്മൾ ഫോട്ടോ സെൽ ഉണ്ടാവും. ഫോട്ടോ സെൽ എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ റിസീവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിന് കറസ്പോണ്ടിങ് ഫോട്ടോ സെൽ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ. ഈ ഫോട്ടോ സെൽ ഔട്ട്പുട്ട് ആംപ്ലിഫൈ ചെയ്യുകയും ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം അവിടെ ഒരു സിഗ്നൽ കണ്ടീഷനിങ് നടക്കണം. അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് ഫോട്ടോ സെല്ലിന്റെ ഔട്ട്പുട്ട്, ഈ ഫോട്ടോ സെല്ല് മാത്രം ഞാൻ ഇങ്ങ് എടുക്കുകയാണെ. ഈ ഫോട്ടോ സെല്ല് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു എലമെന്റ് ആണെന്ന് കൂട്ടിക്കോ. അപ്പം ബാർകോഡിൽ നിന്നും വന്ന ലൈറ്റ് ഇതിൻ്റെയൊക്കെ വരുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ ഔട്ട്പുട്ടിനെ ഒന്നും കൂടി ചേഞ്ച് ചെയ്യാൻ പോവാണ്, ബൈനറി കോഡാക്കി മാറ്റാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് ബൈനറി കോഡാക്കി മാറ്റുന്നത് എന്നുള്ളത്? അപ്പോ സിഗ്നൽ കണ്ടീഷനിങ് ഇൻവോൾവ്സ് ദി ആംപ്ലിഫിക്കേഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് ഫോട്ടോ സെൽ യൂസിങ് op amps. op amps എന്ന് വെച്ചാൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്. ആൻഡ് ദെൻ യൂസിങ് an operational amplifying circuit as a comparator in order to give a high that is 1 output when black bar is scanned and low that is 0 output when a white space is scanned. അതിൽ ഇതിപ്പം ഈ ഒരു ബാർകോഡ് തന്നെ എടുക്കാം നമുക്ക്. ഈ ബാർകോഡിൽ ഞാൻ ഇതേപോലെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ബ്ലാക്ക് ബാറിൽ തട്ടിയിട്ട് റിഫ്ലക്ഷൻ നടക്കുമല്ലോ. അങ്ങനെ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്ലാക്കിൽ തട്ടിയിട്ടുള്ള റിഫ്ലക്ഷൻ ആണെങ്കിൽ അതൊരു ഹൈ റിഫ്ലക്ഷൻ ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ബൈനറി കോഡ് 1 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് മൊമെന്റിൽ വരുന്നത് ഒരു വൈറ്റ് സ്പേസ് ആണ് അല്ലെ. ബ്ലാക്ക് കഴിഞ്ഞപാടെ ഇവിടെ വരുന്നത് ഒരു വൈറ്റ് സ്പേസ് ആണ്. ഈ വൈറ്റ് സ്പേസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ കറസ്പോണ്ടിങ് 0 വാല്യൂ ഉണ്ടാവും. ദെൻ മൂന്നാമത് നോക്കുമ്പോൾ വീണ്ടും ബ്ലാക്ക് ആണ് 1. പിന്നെ നോക്കുമ്പോൾ അടുത്ത 4-5 ബാൻഡുകൾ വൈറ്റ് ആണ്. അപ്പൊ എന്താവും 0 0 0. അത് ഇതൊന്നുകൂടി എൻലാർജ് ചെയ്തിട്ട് കാണിക്കാം. നമുക്ക് ഈ ഒരു ബാർകോഡ് മാത്രം എടുക്കാം. ഇതിന്റെ റീഡിംഗ് പാറ്റേൺ ആണ് പറയുന്നത്. ടൈം ആയില്ലേ? എത്ര മണി വരെ ഇടാ? 11:40. ഓക്കെ ഇപ്പൊ ഇത് കൂടി പറഞ്ഞു നിർത്താം. അപ്പൊ റീഡിങ് എങ്ങനെയാ നടക്കുന്നത് വെച്ചാൽ ലൈറ്റ് വന്ന് വീഴുമ്പോ
ഈ ലൈറ്റ് നമ്മുടെ ഈ പറയുന്ന ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസിൽ തട്ടി അല്ലെ ബാറിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഒന്നാമത്തെ ബാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് ആണ്, കറസ്പോണ്ടിങ് 1 എന്നുള്ള റീഡിങ് കിട്ടും. അടുത്ത മൊമെന്റിൽ വൈറ്റ് ആണ് 0, ദെൻ തേർഡ് വൺ അഗെയിൻ 1. പിന്നെ നോക്കിയാൽ ഇവിടെ കുറെ വൈറ്റ് ബാൻഡുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഞാൻ പറയട്ടെ 95 ഈക്വൽ തിക്നെസ് ഉള്ള ബാൻഡുകളാണ് ഈ ത്രൂ ഔട്ട് ഉള്ളത്. സോ ഇവിടെ ഒരു 4 or 5 വൈറ്റ് ബാൻഡുകളാണ്. അപ്പൊ 4 വൈറ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ 4 0 കിട്ടും അല്ലെ. അതേപോലെ അടുത്ത് നോക്കുമ്പോൾ നല്ല തിക്നെസ് ഉള്ള ഡാർക്ക് ബാൻഡ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ 3 or 4 ബാൻഡുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ അടുത്ത ഈ ഒരു ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 or 4 1 കിട്ടും. അങ്ങനെ 95 ബൈനറി കോഡ്സ് നമുക്ക് ഒരു ബാർ കോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 0 1ന്റെ കോമ്പിനേഷനിലുള്ള 95 നമ്പേഴ്സ്, 95 ബൈനറി കോഡ്സ് 0 or 1. അപ്പൊ നമ്മുടെ ഈ ഒരു ലൈൻ സ്പേസിങ്ങിനനുസരിച്ചാണ് 0 ഉം 1 ഒക്കെ വരുന്നത്. അപ്പോ ഈ ഒരു 95 റീഡിങ്സിനെ നമ്മളെ നമ്മുടെ ബാർകോഡ് റീഡർ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ദെൻ ഈ ഐഡന്റിഫൈ ചെയ്ത സാധനത്തെ എനിക്ക് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് അയക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അടുത്ത ഓറും ക്ലാസ് ഉണ്ട് S5-ല്. ഐ തിങ്ക് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് ഒരു ബാർകോഡ് എന്നുള്ളതും ഒരു ബാർകോഡിന്റെ സ്ട്രക്ചറും ഈ ബാർകോഡിലുള്ള നമ്പറിംഗ് പാറ്റേൺ എന്താണെന്നുള്ളതൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ എസ് എ ക്വസ്റ്റൻ ആണ്. നിങ്ങളുടെ സീനിയർ ബാച്ചിന്റെ റെഗുലർ എക്സാമിന്റെ എസ് എ ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ടെക്സ്റ്റിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ആൻസർ കീന്റെ അകത്ത് വിശദമായിട്ട് എസ് എ പോലെ തന്നെ ആൻസറും തന്നിരുന്നു. ആ ആൻസർ കീയിലുള്ള ആൻസർ ആണ് ഞാൻ നിങ്ങളുടെ PPT-യിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അറ്റൻഡൻസ് ഒന്ന് പെട്ടെന്ന് പറയോ. നമ്പർ 1, 2, നമ്പർ 2